ഡോക്ടർ പറഞ്ഞു ഒരുപാട് ദന്തരോഗങ്ങളും ഒക്കെ വരുന്നുണ്ടെന്ന്. അപ്പോൾ ദന്തരോഗങ്ങൾ, മോണരോഗങ്ങൾ ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് എങ്ങനെയൊക്കെ തടയാൻ വേണ്ടി പറ്റും? പൊതുവായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ദന്തരോഗം ഒരു പരിധിയല്ല, ഒരു നല്ല രീതിയിൽ ദന്ത പരിരക്ഷണ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് തീർച്ചയായും കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ 2 നേരം ബ്രഷ് ചെയ്യുക. ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ മീഡിയം ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുക. കുട്ടികൾക്കാണെങ്കിൽ റോൾ ടെക്നിക്ക്, അഡൽട്ടിനാണെങ്കിൽ മോഡിഫൈഡ് സ്റ്റീൽമാൻ അല്ലെങ്കിൽ സർക്കുലർ ബ്ലീഡിംഗ് ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മുകളിലത്തെ പല്ല് മുകളിൽ നിന്ന് താഴേക്കും, താഴത്തെ പല്ല് താഴെ നിന്ന് മുകളിലേക്കും, ചവയ്ക്കുന്ന പ്രതലം മുന്നോട്ടും പുറകോട്ടും. അങ്ങനെ നമ്മൾ 2 നേരം ബ്രഷ് ചെയ്യുക. പിന്നെ ബ്രഷിങ് മാത്രം കൊണ്ട് നമുക്ക് എപ്പോഴും നമ്മുടെ വായിലുള്ള പ്ലാക്കിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. 2 പല്ലുകൾ തമ്മിൽ ചേർന്നിരിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ ഇൻ്റർപ്രോക്സിമൽ എയ്ഡ്, എംബ്രേഷറിൻ്റെ ഘടന അനുസരിച്ചിട്ട് നമ്മൾ ഇൻ്റർപ്രോക്സിമൽ എയ്ഡ് ഉപയോഗിക്കേണ്ടി വരും. ചിലർക്ക് ഫ്ലോസ്, ചിലർക്ക് ഇൻ്റർപ്രോക്സിമൽ ബ്രഷ്, ചിലർക്ക് ഓറൽ ഇറിഗേറ്റേഴ്സ്, അങ്ങനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള അല്ലെന്ന് വെച്ചാൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഇൻ്റർപ്രോക്സിമൽ എയ്ഡും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ടതായിട്ട് ഉണ്ട്. അങ്ങനെ ഉപയോഗിച്ച് നമുക്ക് ദന്ത ശുചിത്വം വരുത്തുന്നത് വഴി നമുക്ക് ഡെൻ്റൽ കേരീസ്, മോണരോഗം എന്നിവ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. ഡെൻ്റൽ കേരീസാണ് ഈ അഡൽട്ട് വരെ ഉള്ള ഏറ്റവും ടൂത്ത് ലോസിൻ്റെ കാരണം. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൂത്ത് ലോസ് വരുന്നത് മോണരോഗമാണ്. മോണരോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് പെയിൻലെസ് ആണ്. കേരീസ് ആണെങ്കിൽ അത് നമുക്ക് വേദനയുണ്ട്. പെരിഡോണ്ടൽ ഡിസീസ് ആണെങ്കിൽ വേദനയില്ല. നമുക്ക് ടൂത്ത് മൊബിലിറ്റി വരുമ്പോഴേ നമ്മൾ അറിയുകയുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് സേവ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് അത് എത്തിക്കഴിയും. അതാണ് മോണരോഗത്തിൻ്റെ ഈ ഡെൻ്റൽ കേരീസും തമ്മിലുള്ള വ്യത്യാസം. അപ്പം 2 നേരം ബ്രഷ് ചെയ്യുക, ഇൻ്റർപ്രോക്സിമൽ എയ്ഡ് ഉപയോഗിക്കുക, ഷുഗർ കണ്ടെയ്നിങ് ഡയറ്റ് കുറയ്ക്കുക. കുട്ടികളിലാണെങ്കിൽ മുട്ടായി കഴിക്കരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കഴിച്ചതിന് ശേഷം അവരുടെ വായ് വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക. വലിയവർ ഷുഗർ കണ്ടൻറ്റ് കഴിവതും ഒഴിവാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക. ഇൻ ബിറ്റ്വീൻ സ്നാക്സ് കുറയ്ക്കുക. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഫൈബർ കണ്ടൻറ്റ്, ബാലൻസ്ഡ് അല്ലെങ്കിൽ നല്ല ന്യൂട്രീഷ്യസ് ഡയറ്റ് ഉപയോഗിക്കുക.